ഓടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം പത്രം വരുന്നത് വരെ. സത്യം രാവിലെ അറിയാം. ഇത് കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിന്റെ പരസ്യവാചകമാണ്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. രാവിലെ നിലാവും അതുപോലെ രാവിലെ പ്രയോഗത്തിന്റെ സാങ്കത്യവും ഞാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാണ് ഡോക്ടർ ഭാർഗവ റാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പ്രാസമോ താളബോധമോ ആകർഷണീയതയോ ഒക്കെയുള്ള അതെല്ലാം ചോർത്തിക്കളഞ്ഞ് തട്ടിക്കൂട്ടിയ ഈ പരസ്യവാക്യം കേട്ടപ്പോഴേ തോന്നി ഇതെവിടെ നിന്നോ ചൂണ്ടി വികൃതമാക്കിയതാണല്ലോ എന്ന്. നേരത്തെ അറിയാൻ എന്നത് ദേശാഭിമാനിയുടെ പ്രശസ്തമായ പരസ്യവാക്യമാണ്. പരസ്യവാക്യം എന്ന നിലയിൽ നിർമ്മിതിയിൽ വളരെ മികച്ചത് നിൽക്കുന്നതുമാണിത്. ഇത് തയ്യാറാക്കിയത് ദേശാഭിമാനിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന പ്രതിഭാതനായ ഏതോ പത്രപ്രവർത്തകനാണ് എന്നാണ് എൻ്റെ അറിവ്. ദേശാഭിമാനിയുടെ ഈ പരസ്യവാക്യത്തെ വികൃതമാക്കി ഭേദഗതി ചെയ്ത് മനോരമ സത്യം രാവിലെ അറിയാം എന്നാക്കി മാറ്റി എന്ന ചിന്തയിൽ ആണ് എൻ്റെ ചിന്ത പോകുന്നത്. സത്യം, നേരത്തെ രാവിലെ, അറിയാം. ഈ വികൃതമായ കോപ്പിയടി പത്രമുത്തശ്ശിയായ മനോരമയിൽ എങ്ങനെ വന്നുവിട്ടു? ഇപ്പോഴും ചുരുക്കം ചില പ്രതിഭാധനന്മാരായ പത്രപ്രവർത്തകർ മനോരമയിൽ ബാക്കിയുണ്ടല്ലോ എന്ന വഴിക്കായി ചിന്ത. വൈകാതെ മനോരമയിലെ സുഹൃത്തുക്കളായ ചില ജീവനക്കാരെ വിളിച്ച് നല്ലൊരു പരസ്യവാക്യം പോലും തയ്യാറാക്കാൻ കഴിവില്ലാത്ത വിധം ഭാഷാ സ്വാധീനം ഇല്ലാത്തവണ്ണം ഗതികേടിലായിപ്പോയ മനോരമ എന്നാരാഞ്ഞു. വളരെ ദയനീയവും പരിതാപകരവും നിസ്സഹായ കലർന്നതുമായിരുന്നു അവരുടെ മറുപടി. എന്ത് ചെയ്യാം, ഓരോരോ PR ടീമുകൾ ഒപ്പിക്കുന്ന പണിയാണിതൊക്കെ. മനുഷ്യരെ നാണം കെടുത്താൻ. അല്ലെങ്കിലും പരസ്യവാചകം തയ്യാറാക്കലല്ലോ പത്രപ്രവർത്തകരുടെ പണി. യാതൊരു പ്രതിഭയും ഭാഷാ നൈപുണ്യവും സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ ധാരണകളും ഭാവനാ സമ്പദയും സഹൃദയത്വവും നിലപാടുകളും എന്തിന് പലപ്പോഴും സാമാന്യ ബുദ്ധിയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പരസ്യ കമ്പനികളും PR ഏജൻസികളുമാണ് പതിറ്റാണ്ടുകളായി തലയെടുപ്പും പാരമ്പര്യവും മികവും നേടിയെന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എന്തിന് വെവ്വേറെ നേതാക്കളുടെ വരെ പരസ്യവാക്യങ്ങളും പ്രചരണ തന്ത്രങ്ങളും മട്ടും മാതിരിയും ഒക്കെ തട്ടിക്കൂട്ടുന്നത്. ഈ പരിമിത വിവാദന്മാരായ PR ഏജൻസികളുടെ ലീലാവിലാസങ്ങളിൽ ചെറിയ ഇനം മാത്രമാണ് മനോരമയുടെ പുതിയ പരസ്യവാക്യത്തിലൂടെ പ്രകടമായത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇത്തരം ഏജൻസികൾ തട്ടിക്കൂട്ടുന്ന അന്തസാര ശൂന്യങ്ങളും അബദ്ധജഡിതവുമായ പ്രസംഗങ്ങളും ശരീരഭാഷയും അവതരിപ്പിച്ച് അപഹാസ്യരാകുന്ന നേതാക്കൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിലൂടെ അതത് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല പരിഹാസ്യരാകുന്നത്, അവർ പ്രതിനിധാനം ചെയ്യുന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാണ്. സമാനമായ സാഹചര്യമാണ് മനോരമയ്ക്ക് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. നാണം കെട്ടത് PR കമ്പനിയോ അവരെ ഏൽപ്പിച്ച മുതലാളിയോ മാത്രമല്ല, ആ പ്രസ്ഥാനം ഒന്നടങ്കമാണ്. അതിലെ അമർഷവും നിസ്സഹായവുമാണ് മനോരമയിലെ സുഹൃത്തുക്കൾ പങ്കുവച്ചതും. ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കഴിവും പ്രാപ്തിയും പ്രതിഭയുമുള്ള ആഭ്യന്തര ഘടകങ്ങളുടെ സേവനം അവിശ്വസിച്ച് പ്രയോജനപ്പെടുത്താതെ പൂർണ്ണമായും മന്ദബുദ്ധികളായ PR ഏജൻസികളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ശൈലിയെ പ്രതി പൊതുസമൂഹമായി ഇടപെടുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വീണ്ടും വിചാരത്തിന് തയ്യാറാകണം എന്നാണ്. എങ്കിൽ കൂട്ടുത്തരവാദിത്തവും ഐക്യവും കൂടി പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. PR ഏജൻസികൾ തങ്ങൾക്ക് വർക്ക് തരുന്നവരെ പ്രീണിപ്പിക്കാനായി നിർദ്ദേശിക്കുന്ന എൻ്റെ ഫുൾ ഫിഗർ സ്ട്രാറ്റജികളും കട്ട് ആൻഡ് പേസ്റ്റ് സ്ട്രാറ്റജികളും മോഷണ പരസ്യങ്ങളും ആത്യന്തികമായി ഏതൊരു സ്ഥാപനത്തിനും ഗുണകരമാകുമെന്ന് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് IBN മലയാളം.